കാലം ഒരു 10 കൊല്ലം പിന്നോട്ട് നീങ്ങട്ടെ. അന്നൊരു ജൂൺ മാസത്തിൽ പാടെ കടങ്ങൾ മാത്രമുള്ള കണക്ക് പുസ്തകവും പേറി നീലവെള്ളക്കുപ്പായമണിഞ്ഞ് അയാൾ ഈ മൈതാനത്തെത്തിയിരുന്നു. ഒന്നുമില്ലായ്മയുടെ ദാഹത്തിൽ അടിമുടി തളർന്നിരിക്കുകയാണ്. പല ദിക്കിൽ നിന്നും പഴിയും പരിഹാസവും ഉയരുന്നുണ്ട്. ചോരയും നീരും ഉൾപ്പെടെ സകലതും അപ്പാടെ നൽകിയ സ്വന്തം നാട്ടുകാർ വെറുക്കപ്പെട്ടവനെന്ന് ചാപ്പയടിക്കാൻ കാത്തുനിൽക്കുകയാണ്. മോഹക്കോപ്പമോന്തി ഒരൽപ്പം ആശ്വസിക്കാമെന്ന് വല്ലാതെ കൊതിച്ചിരുന്നു. പക്ഷേ അന്നവന് മുന്നിൽ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ വിളക്കുകൾ തിളങ്ങിയില്ല. കണ്ണിലും കൽബിലും കയറിയ ഇരുട്ടിൽ കരഞ്ഞു തളർന്നു മതിയാക്കി മടങ്ങുകയാണെന്നോതി അവൻ നടന്നു നീങ്ങി. കാലചക്രം വീണ്ടും അയാളെ മെറ്റ്ലൈഫിൻ്റെ തിരുമുറ്റത്തെത്തിച്ചു. ഈ മടങ്ങിവരവ് ഒരു തരത്തിലും പഴയതുപോലെ ആയിരുന്നില്ല. ഇന്ന് കൈനിറയെ കിരീടങ്ങളുള്ള രാജാവാണ്. ഒരു വിളിയിൽ സകലതും സമർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന നീലപ്പട്ടാളക്കാർ ഒപ്പമുണ്ട്. പാറ പോലെ പിന്നിലായി ഒരു രാജ്യവും പല നാട്ടിലെ ജനതയും. ആ ഇരുണ്ട രാത്രിക്ക് മറുപടിയായി ഉദിച്ചുയരാനാകുമെന്ന് ലിയോ പ്രതീക്ഷിച്ചു. അതിനുമപ്പുറം അയാൾക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയങ്ങൾ ആഗ്രഹിച്ചു. എന്നാൽ മെറ്റ്ലൈഫിലെ പുൽത്തകിടുകൾ ഒരിക്കൽ കൂടി അയാളുടെ കണ്ണീരാൽ നനഞ്ഞു. ഇടംകാലിൽ കോർത്ത പന്തുമായി ഒരിക്കൽ ഫുട്ബോൾ ലോകം ഒന്നാകെ ചുറ്റിത്തീർത്തവനാണ്. ഈ വരവ് ഒരർത്ഥത്തിലും അയാൾക്ക് വേണ്ടിയായിരുന്നില്ല. അവൻ്റെ കാലുകളിൽ മാത്രം ഉന്മാദം കണ്ടെത്തുന്ന ലോകമാകെ പരന്നുകിടക്കുന്ന ഒരു ജനതയുണ്ട്. 39-ാം വയസ്സിലും 19-കാരനായി വേഷം മാറി അവതരിച്ചത് അവർക്കായാണ്. ഒടുവിലെ തീർപ്പ് കൽപ്പിക്കലിൽ അവനും കൂട്ടർക്കും കാലിടറി. പന്ത് കിട്ടാതെ അയാൾ ഒരു മൂലയിൽ ഒതുങ്ങി. എതിരാളികൾ തുടരെ ഇരച്ചു കയറുന്നത് നിസ്സഹായനായി കണ്ടുനിന്നു. മറവിയിലേക്ക് തള്ളിവിട്ട നിരാശ മാത്രം സമ്മാനിച്ച പഴയ ദിനങ്ങൾ കൺമുന്നിൽ വീണ്ടും തെളിഞ്ഞു. ഒക്കെയും ഒരു ചുരുളിയാണെന്ന് കാലം ഓർമ്മപ്പെടുത്തിയതാകാം. ലിയോ, നിങ്ങൾ എന്തിനാണ് ഇനിയും കരയുന്നത്? ഞങ്ങൾക്കായി ഇനിയൊന്നും നിങ്ങൾ നൽകാനില്ല. നിങ്ങളോളം ജയിച്ചവൻ അധികവുമില്ല. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉടയോൻ നീ തന്നെയാണ്. പതിറ്റാണ്ടുകൾക്കപ്പുറവും ഞങ്ങളുടെ കാൽപന്ത് ലോകത്ത് ഒരു മിശിഹായ്ക്ക് മാത്രമേ ഇടമുണ്ടാവുകയുള്ളൂ. ഗ്രാസിയാസ്, ലിയോണൽ ആന്ദ്രേസ് മെസ്സി.